ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി മീഡിയ ടെക് ഓൺലൈൻ. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അൻറ്റാസിഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം GI അസിഡിഫയേഴ്സ്, അതായത് GI അസിഡിഫയേഴ്സിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് നമ്മുടെ GI റിലേറ്റഡ് ഏജൻറ്റ്സ്, GI കോമ്പൗണ്ട്സ് റിലേറ്റഡ് ഏജൻറ്റ്സ്, ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗാണ് പിന്നീട് അസിഡിഫയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. സോ അൻറ്റാസിഡ്സും അസിഡിഫയേഴ്സും രണ്ടും ഈക്വലി ഓപ്പോസിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ സെക്രീറ്റഡ് ആയിട്ടുള്ള HCl-നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അൻറ്റാസിഡ്സ് എന്ന് വിളിക്കുക. സോ അൻറ്റാസിഡ്സിൻ്റെ ബേസിക് ഫംഗ്ഷൻ ഈസ് ടു ന്യൂട്രലൈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിച്ച് ഈസ് സെക്രീറ്റഡ് ഇൻ ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിൽ ഇപ്പോൾ നമുക്കൊരു അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസിഡിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലെ ആസിഡിൻ്റെ റേറ്റ് വളരെയധികം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തിനാണ് അൻറ്റാസിഡ്സ് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായിരിക്കുന്ന ആസിഡിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന വീക്ക് ബേസസ് ആണ് അൻറ്റാസിഡ്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അൻറ്റാസിഡ്സിൻ്റെ മെയിൻ പ്രോപ്പർട്ടി ഈസ് ടു ന്യൂട്രലൈസ് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദ എക്സസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിച്ച് ഈസ് സെക്രറ്റഡ് ഇൻ ടു ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇനി അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ആസിഡ് ഒരുപാട് സെക്രീറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക, നമ്മുടെ pH വല്ലാണ്ട് ലോവർ ആവും. സോ ആ ലോവർ ആയിട്ടുള്ള pH-നെ എബവ് 3.5 റേസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, അൻറ്റാസിഡ്സിൻ്റെ ഡ്യൂട്ടി. സോ അൻറ്റാസിഡ്സ് മേ ഇൻക്രീസ് ദ pH ഓഫ് ഗ്യാസ്ട്രിക് കണ്ടന്റ് എബവ് 3.5. സോ എബവ് 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ്ഡ് ആയി നടത്താം. സോ അങ്ങനെ നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടന്റിലെ ആസിഡ് മൂലമുണ്ടാവുന്ന ആ pH-നെ 3.5ന്റെ മുകളിലേക്ക് റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ അൻറ്റാസിഡ്സ് റേസ് ചെയ്യുന്നത്. സോ അങ്ങനെ റേസ് ചെയ്യുന്ന അൻറ്റാസിഡ്സ് ചെയ്യുന്നത്. സോ അൻറ്റാസിഡ്സ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ, വി വിൽ ഗെറ്റ് എ സിംപ്റ്റോമാറ്റിക് റിലീഫ് ബൈ ലോവറിംഗ് ദ അസിഡിറ്റി ആൻഡ് കോൺസിക്വൻ്റ്ലി റിലീവിംഗ് ദ മസിൽ സ്പാസം. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അസിഡിറ്റി കുറയുകയും ചെയ്യും. നമുക്ക് അതുമൂലം ഉണ്ടാവുന്ന വേദനകൾ, ഡിസ്പെപ്സി അതേപോലത്തെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മസിൽ സ്പാസം കാരണമാണല്ലോ വേദനകൾ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ വയറിൽ വേദന വരാൻ കാരണമാണ് മസിൽ സ്പാസംസ് ഉണ്ടാവും. സോ അത്തരം മസിൽ സ്പാസത്തിനെ റെഡ്യൂസ് ചെയ്യാനും കൂടി സഹായിക്കും. സോ അൻറ്റാസിഡ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ ദ വീക്ക് ബേസസും കൂടിയാണ്. ഓക്കെ, സോ നമ്മുടെ അൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ അവർ വീക്ക് ബേസ് ആണെന്നുള്ള ആലോചിക്കുക. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉണ്ടാവുന്ന ഒരുപാട് ആസിഡുകളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഉണ്ടാവുന്ന ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, നമ്മുടെ അൻറ്റാസിഡ്സിൻ്റെ ഡ്യൂട്ടി. ഇനി അൻറ്റാസിഡ്സ് എങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ദേ മേ റൈസ് ദ pH ഓഫ് ദ ഗ്യാസ്ട്രിക് കണ്ടന്റ് എബവ് 3.5. സോ എബവ് 3.5 ഗ്യാസ്ട്രിക് കണ്ടന്റ് pH റൈസ് ചെയ്യുകയാണ് വെച്ചാൽ എന്താ ഉണ്ടാവുക, അവിടെ അസിഡിറ്റി ലോവർ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് വിൽ കോൺസിക്വൻ്റ്ലി റിലീവ് ദ മസിൽ സ്പാസം ഇൻ യുവർ സ്റ്റൊമക്ക്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക, നമുക്ക് സ്റ്റൊമക്ക് പെയിനുകളൊക്കെ ഉണ്ട്, അസിഡിറ്റി മൂലം ഉണ്ടാവുന്ന സ്റ്റൊമക്ക് പെയിനുകളിൽ നിന്നൊക്കെ നമുക്ക് റിലീഫ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സോ ഇതൊക്കെ നമ്മുടെ സിലബസിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയാം, സിസ്റ്റമിക് അൻറ്റാസിഡ്സ് ഉണ്ടാവും, നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് ഉണ്ടാവും. സോ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അബ്സോർബിൾ ആയിട്ടുള്ള അൻറ്റാസിഡ്സ് ആണ്. സോ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ സോൾയുബിൾ, റെഡിലി അബ്സോർബിൾ ആൻഡ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സിസ്റ്റമിക് ഇലക്ട്രോലൈറ്റിക് ഓൾട്ടറേഷൻ ആൻഡ് ആൽക്കലോസിസ്. ഓക്കെ, സോ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ അത് അബ്സോർബിൾ ആണ്, റെഡിലി സോൾയുബിൾ ആണ്, അതേപോലെ തന്നെ അതിന് ഇലക്ട്രോലൈറ്റിക് ഓൾട്ടറേഷൻ വേണ്ട പോലെ നടത്തിയിട്ട് ഒരു സിസ്റ്റമിക് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. സോ അത്തരം അൻറ്റാസിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് അൻറ്റാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സിസ്റ്റമിക് അൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഏജൻസ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ അതിൻ്റെ ഒരു പ്രത്യേകത, അത് അബ്സോർബിൾ ആണെന്നുള്ളതാണ് അതിന് വൺ ഓഫ് ദ മെയിൻ പ്രത്യേകത. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ പറയാം. ഓക്കെ, ഈ നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ് ആകുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, ദേ ആർ നോൺ അബ്സോർബിൾ ആയിരിക്കും. ഓക്കെ, സോ നോട്ട് അബ്സോർബ്ഡ് ടു എ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റെന്റ് ആൻഡ് ദസ് ഡു നോട്ട് ഓൾട്ടർ ആൻഡ് അപ്രീഷിയബിൾ സിസ്റ്റമിക് എഫക്റ്റ്. ഓക്കെ, അതായത് അത് അത്രത്തോളം അബ്സോർബിൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു സിസ്റ്റമിക് എഫക്റ്റ് ഈ നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് വളരെ കുറവായ കാരണം തന്നെ അതിനൊരു സിസ്റ്റമിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. സോ അത്തരം അൻറ്റാസിഡുകളെ വിളിക്കുന്ന പേരാണ് നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ്സ്. ഈ നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ്സ് ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ പൊട്ടാസ്യം സിട്രേറ്റ് ഒക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഈ നോൺ സിസ്റ്റമിക് അൻറ്റാസിഡ്സിനെ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ അലുമിനിയം കണ്ടെയ്നിങ് അൻറ്റാസിഡ്സ്. അലുമിനിയം കണ്ടെയ്നിങ് അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരാളാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്. ഓക്കെ, അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല് ഒരു എക്സാമ്പിൾ പറയാം, അലുമിനിയം ഫോസ്ഫേറ്റ് പറയാം, ദെൻ ബേസിക് അലുമിനിയം കാർബണേറ്റ്, ഡൈഹൈഡ്രോക്സി അലുമിനിയം അമിനോ അസറ്റേറ്റ്. സോ ഇതൊക്കെയാണ് നമുക്ക് അലുമിനിയം
അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ എക്സാമ്പിളുകൾ. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, അലുമിനിയം ഫോസ്ഫേറ്റ്, ബേസിക് അലുമിനിയം കാർബണേറ്റ്, ഡൈഹൈഡ്രോക്സി അലുമിനിയം അമിനോ അസറ്റേറ്റ്, ഇതൊക്കെയാണ് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ എക്സാമ്പിൾ. സോ ഇതൊക്കെ നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൽ വരുന്നതാണ്. ഇനി അടുത്തത് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആണ്. അപ്പോൾ കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ്, ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ്, ഇതൊക്കെയാണ് കാൽഷ്യം കണ്ടെയ്നിങ് നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൻ്റെ എക്സാമ്പിൾ. ഇനി മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് വെച്ചാൽ ഒന്ന് മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം സിട്രേറ്റ്, മെഗ്നീഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, മെഗ്നീഷ്യം പെറോക്സൈഡ്, അങ്ങനെ ഒരുപാട് മെഗ്നീഷ്യം കോമ്പൗണ്ട്സിൻ്റെ എന്തിൽ വരുന്നത് മെഗ്നീഷ്യം കണ്ടെയ്നിങ് നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് കാണാറുണ്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജലൂസിൽ MPS, അങ്ങനെ നമ്മൾ ഒരുപാട് കോമ്പിനേഷൻസ് ഓഫ് ആൻറ്റാസിഡ് പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതും എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അതിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കൂടി ഒരുമിച്ച് കോമ്പിനേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻ ദ ഫോം ഓഫ് മഗാൾഡ്രേറ്റ് എന്നാണ് അതിനെ പറയുക. സോ മഗാൾഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. സോ അതൊരു കോമ്പിനേഷൻ ആൻറ്റാസിഡ് ആണ്. ഓക്കെ, അപ്പോൾ നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആൻറ്റാസിഡ് പ്രിപ്പറേഷനിൽ വരുന്നതാണ് മഗാൾഡ്രേറ്റ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആസ് വെൽ ആസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി പറയാൻ പോകുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ്. അതാണ് നമ്മുടെ ജലൂസിൽ, നോർമൽ ജലൂസിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റും കൂടി ചേരുന്ന കോമ്പിനേഷൻ പ്രിപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജലൂസിൽ. ഇനി അതിൻ്റെ കൂടെ പോളിമീഥൈൽ സിലോസേനും കൂടി ആഡ് ചെയ്യാൻ വെച്ചാൽ ജലൂസിൽ MPS ആയി മാറും. ഓക്കെ, സോ അത്. ഇനി സിമെത്തിക്കോൺ എന്ന് പറയുമ്പോൾ അതിൽ സിലിക്ക ജെല്ലും ഡൈമെത്തിക്കോണും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കോമ്പിനേഷനാണ് സിമെത്തിക്കോൺ എന്ന് പറയുന്നത്. സോ സിമെത്തിക്കോണിൻ്റെ വേറൊരു പേര് ആക്ടിവേറ്റഡ് ഡൈമെത്തിക്കോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അൻറ്റാസിഡ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താണ് അൻറ്റാസിഡ്സിൻ്റെ ഡെഫിനിഷൻ നോക്കുക. അൻറ്റാസിഡിൻ്റെ ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് കണ്ടന്റിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? pH റേസ് ചെയ്യേണ്ടതായിട്ട് വരും ഗ്യാസ്ട്രിക് കണ്ടന്റിൻ്റെ. സോ എബോവ് 3.5 റേസ് ചെയ്യും. അതേപോലെ അസിഡിറ്റി കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ മസിൽ സ്പാസംസ് എന്തെങ്കിലും സ്റ്റൊമക്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും സഹായിക്കും. ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ സിസ്റ്റമിക് ആൻഡ് നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് പറഞ്ഞു. സിസ്റ്റമിക് ആൻറ്റാസിഡ് എന്ന് പറയുമ്പോൾ അത് സിസ്റ്റമിക് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൻറ്റാസിഡ്സ് ആണെന്നുള്ളത് ഓർക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ് ആണെന്ന് അത് ഈസിലി അബ്സോർബിൾ അല്ല, അതുകൊണ്ട് തന്നെ അതിനൊരു സിസ്റ്റമിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് കണ്ടു, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല് പറഞ്ഞു, അലുമിനിയം ഫോസ്ഫേറ്റ് പറഞ്ഞു, ഡൈഹൈഡ്രോക്സി അലുമിനിയം അമിനോ അസറ്റേറ്റ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. കാൽഷ്യം കണ്ടെയ്നിങ് ആകുമ്പോൾ ബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും പറഞ്ഞു. അത് കഴിഞ്ഞ് മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആയപ്പോൾ ഈ പറഞ്ഞ പോലെ മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്, മെഗ്നീഷ്യം പെറോക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ കോമ്പിനേഷൻ പ്രിപ്പറേഷൻ ഓഫ് ആൻറ്റാസിഡ്സും നോൺ സിസ്റ്റമിക്കിൻ്റെ അണ്ടറിൽ വരാറുണ്ട്. അവിടെ നമ്മൾ ജലൂസിലിൻ്റെ കോമ്പിനേഷനും മഗാൾഡ്രേറ്റിൻ്റെ കോമ്പോസിഷനും പറഞ്ഞു, സിമെത്തിക്കോണും പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റാസിഡ്സിൽ പഠിക്കുന്നത്. സോ എന്താണ് ആൻറ്റാസിഡ്സ് എന്നും ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളതും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. അതിൻ്റെ എക്സാമ്പിൾസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് ആൻറ്റാസിഡ്സിൻ്റെ പേരുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് സിസ്റ്റമിക് നോൺ സിസ്റ്റമിക് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് പ്രോപ്പറായിട്ടുള്ളത് നോക്കി വെച്ച് പോവുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഐഡിയൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻറ്റാസിഡ്. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ നമ്മൾ ആൻറ്റാസിഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഐഡിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു പക്ഷേ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഒരുവിധം പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറുള്ളത്? ആൻറ്റാസിഡ് എന്നുള്ള ഒരു പ്രോപ്പർ ആൻറ്റാസിഡ് എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഐഡിയൽ പ്രോപ്പർട്ടി, അതായത് ഐഡിയൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിയലായിട്ട് സംഭവിക്കുന്നതായിരിക്കില്ല, നമ്മുടെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഈ ഐഡിയൽ കണ്ടീഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ അതിൽ പലപ്പോഴും എല്ലാം 100% ഫുൾഫിൽ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം മോസ്റ്റ് ഓഫ് ദ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഐഡിയൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ നോക്കാം. ആദ്യം തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻസോളിബിൾ ഇൻ വാട്ടർ ആൻഡ് ഹാസ് എ ഫൈൻ പാർട്ടിക്കിൾ ഫോം. സോ ഏതൊരു ആൻറ്റാസിഡ് എടുക്കുകയാണെങ്കിലും അത് വാട്ടറിൽ ഇൻസോളിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ പാർട്ടിക്കിൾ ഫോം വളരെ ഫൈൻ ആയിരിക്കണം, ഭയങ്കര കോസ് പാർട്ടിക്കിൾസ് അല്ലാണ്ട് ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കണം. അതേസമയം തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻസോളിബിൾ ഇൻ വാട്ടർ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബിൾ ഓർ കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്. അതായത് അത് അബ്സോർബ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ സിസ്റ്റമിക് ആൽക്കലോസിസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് സിസ്റ്റമിക്കും നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ
എല്ലാ കേസിലും സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. സോ ഇറ്റ് ഷുഡ് ബി നോൺ അബ്സോർബിൾ ആൻഡ് ഷുഡ് നോട്ട് കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്. അതായത് സിസ്റ്റമിക് ആൽക്കലോസിസ് ഉണ്ടാക്കാനും പാടില്ല. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബ്ഡ് ഇൻ ടു സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അബ്സോർബ് ചെയ്യാനും പാടില്ല. അതേപോലെ തന്നെ സിസ്റ്റമിക് ആൽക്കലോസിസ് ഉണ്ടാക്കാനുമായിട്ട് പാടില്ല. പിന്നെ പറയാൻ പോകുന്നത് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സേർട്ട് ഇറ്റ് എഫക്ട് ഗ്രാജുവലി ആൻഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് അതിന് വളരെ സ്ലോലി അല്ലെങ്കിൽ വളരെ ഗ്രാജുവലി അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ കുറേ നേരം നിലനിൽക്കണം ആ ഒരു എഫക്റ്റ്. ഓക്കെ, കുറേ നേരം എഫക്റ്റ് നിലനിൽക്കണം. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൻറ്റാസിഡ് എടുത്ത് കുടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വൺസ് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു സഫിഷ്യൻറ്റ് ലോങ് പീരീഡ് ഓഫ് ടൈം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി കോസ് എ ലാക്സേറ്റീവ് ഓർ കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റ്. അതായത് ചില ബ്രാൻഡ്സ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മെഗ്നീഷ്യം കണ്ടെയ്നിങ് ബ്രാൻഡ്സാണ് കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ലാക്സേറ്റീവ് എഫക്റ്റ് കിട്ടും, അതൊരു സൈഡ് എഫക്റ്റ് ആണ്. അതേസമയം അലുമിനിയം കണ്ടെയ്നിങ് ബ്രാൻഡ്സാണ് കഴിക്കണമെന്ന് ചിലപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മുടെ മോഷൻ ഒരു രീതിക്കും ഭയങ്കര ലൂസ് ആവാനും പാടില്ല, ഭയങ്കര കൂടുതൽ സ്റ്റക്ക് ആവാനും പാടില്ല. അപ്പോൾ ലാക്സേറ്റീവ് എഫക്റ്റും അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റും ഇത് കഴിക്കുന്ന കാരണം ഒരിക്കലും ആ പേഷ്യൻ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് നോട്ട് കോസ് എനി സൈഡ് എഫക്റ്റ്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്തൊരു ഏജൻ്റ് ആയിരിക്കണം ആൻറ്റാസിഡ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ഒരു ഇഷ്യൂ നമ്മൾ കഴിക്കുന്നതാണ്. അതിൻ്റെ വക ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, അതും നമ്മൾ തന്നെ സഹിക്കേണ്ടത്. അപ്പോൾ അത് ഇല്ലാത്തതായിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻറ്റാസിഡ് ആൻഡ് ഗ്യാസ്ട്രിക് HCl ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് ലാർജ് വോളിയം ഓഫ് ഗ്യാസ്. നമുക്കറിയാം ഏതൊരു ആൻറ്റാസിഡ് നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് നടക്കുന്നത്. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള HCl ന്യൂട്രലൈസ് ചെയ്യാണ് നടത്തുന്നത്. സോ അങ്ങനെ ആ ന്യൂട്രലൈസേഷൻ നടക്കുന്ന സമയത്ത് ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ഒരു കാരണവശാലും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് വരരുത്. കാരണം ഓൾറെഡി നമുക്ക് വയറ്റിൽ ഗ്യാസ് ഉണ്ടാവും, ആസിഡ് സെക്രീഷൻ കൂടുതലായ കാരണം. സോ വീണ്ടും ഇതിൻ്റെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കാരണം എക്സ്ട്രാ ഗ്യാസ് ഒരിക്കലും പ്രൊഡ്യൂസ്ഡ് ആവരുത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റാസിഡ് ഷുഡ് ബഫർ ഇൻ ദ റേഞ്ച് ഓഫ് pH 4 to 6. സോ 4 to 6 pH റേഞ്ചിൽ വേണം അത് എപ്പോഴും ബഫർ ചെയ്യാനായിട്ട്. അതായത് ലോവർ pH റേഞ്ചിൽ ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ ഒരു 4 to 6 pH റേഞ്ചിൽ വേണം അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റൊമക്ക് pHനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ ആൻറ്റാസിഡ് കഴിക്കണ സമയത്ത്. പിന്നെ ആൻറ്റാസിഡ് ഷുഡ് പ്രോബബ്ലി ഇൻഹിബിറ്റ് പെപ്സിൻ ദ പ്രോട്ടിയോലിറ്റിക് എൻസൈം. നമ്മുടെ സ്റ്റൊമക്കിലെ പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പെപ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഏതൊരു ആൻറ്റാസിഡും. സോ ഇത്രയുമാണ് ഐഡിയൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻറ്റാസിഡ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞു. ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബ്ഡ് ഇൻ ടു സിസ്റ്റമിക് സർക്കുലേഷൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എ സിസ്റ്റമിക് ആൽക്കലോസിസ്. പിന്നെ ഫൈൻ പൗഡർ ഫോം ആയിരിക്കണം, ഇൻസോളിബിൾ ഇൻ വാട്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ലാക്സേറ്റീവ് ഓർ കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റ് അത് രണ്ടും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ഏബിൾ ടു exert its effect gradually and for a long period of time. മെല്ലെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതേപോലെ കുറേ നേരം നിലനിൽക്കുന്ന എഫക്റ്റ് ആയിരിക്കണം ആൻറ്റാസിഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ കോസ് ചെയ്യാനായിട്ട് പാടില്ല. ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം, അതേസമയം തന്നെ റെഡിലി അവൈലബിളും ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റാസിഡും ഈ ഗ്യാസ്ട്രിക് HClലും കൂടി റിയാക്ട് ചെയ്ത് അവിടെ നടക്കുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ലാർജ് വോളിയം ഓഫ് ഗ്യാസ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതിൻ്റെ ബഫർ റേഞ്ച് എന്ന് പറയുന്നത് pH 4 to 6 ആയിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പെപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടിയോലിറ്റിക് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം നമ്മുടെ ആൻറ്റാസിഡ്. ഓക്കെ, സോ ഇത്രയാണ് ഐഡിയൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഇത് പറയാൻ പോകുന്നത് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഓഫ് ആൻറ്റാസിഡ്സിനെ പറ്റിയിട്ട്. സോ വൺസ് ഇറ്റ് കംസ് ടു ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഈസ് കൺസിഡർഡ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റാസിഡിൻ്റെ മെക്കാനിസം തന്നെ എന്താണ്, നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉണ്ടാവുന്ന എക്സസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആൻറ്റാസിഡിൻ്റെ മെക്കാനിസം തന്നെ, അല്ലെങ്കിൽ ആൻറ്റാസിഡിൻ്റെ മെത്തേഡ് ഓഫ് ആക്ഷൻ തന്നെ. സോ അവിടെ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വളരെ നന്നായിട്ട് നോക്കേണ്ടതുണ്ട് വൺസ് ഇറ്റ് കംസ് ടു ആൻറ്റാസിഡ്. അപ്പോൾ ആൻറ്റാസിഡിനെ പറ്റി പറയുമ്പോൾ ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി എന്നുള്ളത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദാറ്റ് വി ഷുഡ് അലോ ദ ആൻറ്റാസിഡ് ടു റിമൈൻ ഇൻ കോൺടാക്ട് വിത്ത് HCl in a thermostatically controlled bath at 37 degrees Celsius and you have to measure the pH at successive time interval. So ഇങ്ങനെ ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഓഫ് എൻ ആൻറ്റാസിഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ആൻറ്റാസിഡിനെയും HClനെയും കം ഇൻ ടു കോണ്ടാക്ട്, ഓക്കെ, ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. സോ വി ഷുഡ് അലോ ദ ആൻറ്റാസിഡ് ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ HCl ഇൻ എൻ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. ഒരു ഇൻവിട്രോ ടെസ്റ്റ് പോലെയാണ്, ഇൻവിവോ അല്ല, ഇൻവിട്രോ ആയിട്ട് ഒരു തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾഡ് ബാത്ത് 37 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആസിഡിനെയും ആൻറ്റാസിഡിനെയും നമ്മുടെ ആസിഡിനെയും കൂടിയും റിയാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മീൻസ് കമ്പൈൻ ചെയ്യാനുള്ള ഒരു സമയം അവിടെ കൊടുക്കണം. ആൻഡ് വി ഹാവ് ടു മെഷർ ദ pH അറ്റ് സക്സസീവ് ടൈം ഇൻ്റർവൽ. സോ ഇങ്ങനെ ആൻറ്റാസിഡും
ആസിഡും നമ്മുടെ ആസിഡും കൂടി തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾ ബാത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് അറിയാം, അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. സോ അങ്ങനെ ന്യൂട്രലൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സക്സസീവ് ടൈം ഇൻ്റർവെല്ലിൽ ആ ഒരു പർട്ടിക്കുലർ മിക്സ്ചറിൻ്റെ pH മെഷർ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ സക്സസീവ് ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ആ പറയുന്ന തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾ ബാത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചറിൻ്റെ pH മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഫൈനലി ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് ഇൻക്രീസ്ഡ് ഫർദർ. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഇത്തിരി കൂടി കൂട്ടും. കാരണം നമുക്കറിയണം എത്രത്തോളം അസിഡിറ്റി വന്നാലും എത്രത്തോളം ഈ ആൻറ്റാസിഡിന് കാപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയണം. അതായത് എത്രത്തോളം ഹയർ കണ്ടീഷൻസ് ഓഫ് അസിഡിറ്റിക്കും നമ്മുടെ ഈ ആൻറ്റാസിഡിന് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. സോ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വി ഷുഡ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് further, and neutralizing capacity of the antacid is found out by determining the acid by titration with 0.1 molar sodium hydroxide after 1 hour. So ഇനി നമ്മൾ എന്താണ് അതിൻ്റെ എക്സസ് മീൻസ് അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഓഫ് ആൻറ്റാസിഡ് അറിയാൻ വേണ്ടി ഫർദർ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഓഫ് ആൻറ്റാസിഡ് ഡിറ്റർമൈൻ ചെയ്യും ബൈ ടൈട്രേറ്റിംഗ് ദാറ്റ് എക്സസ് ആസിഡ് വിത്ത് NaOH by with 0.1 molar sodium hydroxide ആഫ്റ്റർ 1 hour. സോ ആഫ്റ്റർ 1 hour കഴിയുമ്പോൾ 0.1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ദ അൾട്ടിമേറ്റ് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഒബ്റ്റെയിൻ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജനറൽ കണ്ടീഷനിൽ ഇത് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അസസ് ചെയ്തു. അത് കഴിഞ്ഞ് ദ അൾട്ടിമേറ്റ് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹയർ കാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ലെവൽ വരെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഫർദർ ഇൻക്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീണ്ടും ഈ ഡിറ്റർമിനേഷൻ ക്യാരി ഔട്ട് ചെയ്തത്. സോ അൾട്ടിമേറ്റ്ലി എക്സസ് എമൗണ്ട് ഓഫ് ആസിഡ് അവിടെ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് കൂട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ എക്സസ് എമൗണ്ട് ഓഫ് ആസിഡിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യും ബൈ യൂസിങ് 0.1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആഫ്റ്റർ 1 hour. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. കാരണം അതിൻ്റെ മെക്കാനിസം തന്നെ അതാണല്ലോ, ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ആൻറ്റാസിഡ്സ് ഈ ഒരു പരിപാടിക്ക് യൂസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൻറ്റാസിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു പല ആൻറ്റാസിഡ്സിനും പല പല സൈഡ് എഫക്റ്റുകളും ആയിരിക്കും. പക്ഷേ നമ്മൾ പറയുന്നത് ഐഡിയൽ റിക്വയർമെൻറ്റ് ഓഫ് ആൻറ്റാസിഡ്സിൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും കുറവ് സൈഡ് എഫക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് പോലും ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഐഡിയൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഐഡിയലി വെക്കാനുള്ളൊരു കണ്ടീഷൻസ് മാത്രമാണ് പലപ്പോഴും. കാരണം എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവുന്ന ഒരാൾ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. സോ മാക്സിമം എമൗണ്ട് ഓഫ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ എപ്പോഴും ആൻറ്റാസിഡിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ റിക്വയർമെൻറ്റ്സിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും പല ആൻറ്റാസിഡ്സിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ അതിന് എഫക്റ്റുകൾ ഉണ്ടാവും, എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എടുക്കില്ല എഫക്റ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ എഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പല ടൈപ്പ് ഓഫ് ആൻറ്റാസിഡ്സ് പറഞ്ഞു, മെഗ്നീഷ്യം കണ്ടെയ്നിങ്, അലുമിനിയം കണ്ടെയ്നിങ്, കാൽഷ്യം കണ്ടെയ്നിങ്. സോ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ മെഗ്നീഷ്യം കണ്ടെയ്നിങ് ബ്രാൻഡ്സ് ഓഫ് ആൻറ്റാസിഡ്സിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യും, ഡയറിയ വരുത്തും, ഡയറിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആണ് അല്ലെങ്കിൽ കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിനൊക്കെ എപ്പോഴും ഒരു കോൺസ്റ്റിപ്പേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫക്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അലുമിനിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഒന്നിന് ലാക്സേറ്റീവ് എഫക്റ്റ് ആണ്, ഒന്നിന് കോൺസ്റ്റിപ്പേറ്റിംഗ് എഫക്റ്റ് ആണ്. സോ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് നോർമൽ മോഷനേ വേണ്ടൂ, രണ്ട് സൈഡിലോട്ടും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അലുമിനിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കോമ്പിനേഷനായിട്ട് മഗാൾഡ്രേറ്റ് അതേപോലെ തന്നെ ജലൂസിൽ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ, നമ്മളതിൽ കോമ്പിനേഷൻ തെറാപ്പിയിലേക്ക് വരും. സോ നമ്മൾ ഇപ്പോൾ സൈഡ് എഫക്റ്റുകൾ പറയുകയാണെങ്കിൽ മെഗ്നീഷ്യം കണ്ടെയ്നിങ്ങിനാണ് മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിനാണ് എന്ത് സൈഡ് എഫക്റ്റ് ഉള്ളത്, ഡയറിയ അഥവാ ലാക്സേറ്റീവ് സൈഡ് എഫക്റ്റ് ഉള്ളത്. അതേസമയം അലുമിനിയം ഓർ കാൽഷ്യം കണ്ടെയ്നിങ് ആണെങ്കിൽ എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇനി റെയർലി ഈ കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ കിഡ്നി സ്റ്റോൺസ് ആൻഡ് അതർ പ്രോബ്ലം. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ കേസിലാണ് എപ്പോഴും കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആണല്ലോ ഈ കിഡ്നി സ്റ്റോൺസ് ആയിട്ട് വരിക. സോ അതുപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്, റെയറായിട്ട് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ചില വളരെ പർട്ടിക്കുലർ വളരെ മൈന്യൂട്ട് കേസസിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മൈന്യൂട്ട് പോപ്പുലേഷൻസിൽ ഉണ്ടാക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺസ് ആണ്. കിഡ്നി സ്റ്റോണും അങ്ങനത്തെ റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ ചില സമയങ്ങളിൽ വളരെ റെയർലി കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി വേറൊരു പ്രശ്നം ഓഫ് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ് എന്താ പറഞ്ഞാൽ, നമ്മൾ ലാർജർ ഡോസസ് ഓഫ് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് എടുക്കുകയാണെങ്കിൽ, അല്ല ലാർജർ ഡോസസ് ഓഫ് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാൽഷ്യം ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡ്രൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലോ അല്ലെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലോ ഒക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറേ ഡോസ് കുറേ കാലത്തോളം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ലോലി ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ കാൽഷ്യം ലോസ്. അപ്പോൾ കാൽഷ്യം ലോസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാം കാൽഷ്യം ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ദ ബോൺ സ്ട്രെങ്ത് അല്ലേ. നമ്മുടെ ബോൺ സ്ട്രെങ്ത് ആയിട്ടിരിക്കാനൊക്കെ കാൽഷ്യം വളരെ ആവശ്യമുള്ളൊരു മിനറലാണ്. അപ്പോൾ ഒരുപാട് കാൽഷ്യം ലോസ് ആവുന്നതോടുകൂടി നമ്മുടെ ബോൺസ് ഒക്കെ വീക്കൺ ചെയ്തിട്ട് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം കഴിക്കുകയാണെങ്കിലും നമുക്കറിയാം അധികമായ അമൃതും വിഷം അല്ലേ. അപ്പോൾ എന്തൊരു സാധനം കഴിക്കുകയാണെങ്കിലും ഒരു കൺട്രോൾ വേണം അല്ലേ. ഇപ്പോൾ അൻറ്റാസിഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഗ്യാസുള്ള ഒരാളാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അൻറ്റാസിഡ് എടുത്ത് കുടിക്കാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾ ലാർജ് ഡോസ് ഓഫ് അലുമിനിയം കഴിക്കുകയാണെങ്കിൽ സ്ലോലി കാൽഷ്യം ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാൽഷ്യം ലോസ് ആവുന്നത് വഴി നമ്മുടെ ബോൺസ് വീക്കൻ ചെയ്യാനും നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരാനുമായിട്ട് ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ അത് മനസ്സിൽ വെക്കുക. ഓക്കെ, സോ സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റാസിഡ്സ് പറയുമ്പോൾ എപ്പോഴും മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിനാണ് ലാക്സേറ്റീവ് എഫക്റ്റ്. അതേപോലെ കാൽഷ്യം ആൻഡ് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രണ്ടിനെയും കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ചിന്തിച്ച് വെച്ചേക്കുക. പിന്നെ റെയറായിട്ട് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺസ് ആണ്. അതേപോലെ നമ്മൾ ലാർജ് ഡോസ് ഓഫ് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ പ്രൊമോട്ട് ദ കാൽഷ്യം ലോസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് മേ റിസൾട്ട് ഇൻ ഓസ്റ്റിയോപോറോസിസ് സംടൈംസ്. ഓക്കെ, അപ്പോൾ വളരെ വീക്കനായിട്ട് പിന്നെയും നമ്മളതിങ്ങനെ അലുമിനിയം കണ്ടെയ്നിങ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാൽഷ്യം ലോസ് ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയിട്ട് നമ്മുടെ ബോൺസ് ഒക്കെ ഒരുപാട് വീക്കനായിട്ട് പൊട്ടിപ്പോവാനും പോഴ്സ് വരാനും ഒക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കയ്യും കാലും ഒടിയൽ അതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ബോൺസ് ഒരുപാട് വീക്കനായി പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണെന്നുള്ള സൈഡ് എഫക്റ്റ് എന്നുള്ളത് ഓർക്കുക. സോ നമ്മൾ ആദ്യം പറഞ്ഞത് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റീനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് പറഞ്ഞു. നമ്മളൊരു ഇൻവിട്രോ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് സെറ്റിങ്ങിൽ ആസിഡും അതേപോലെ തന്നെ ആൻറ്റാസിഡും കൂടിയുള്ള റിയാക്ഷനെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് കണ്ടുപിടിക്കുന്നത്, ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി. ആദ്യം ഒരു ജനറൽ ടേംസിൽ ആസിഡ് ന്യൂട്രലൈസിങ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയതിന് ശേഷം എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ആൻറ്റാസിഡിന് എന്നുള്ളത് ബൈ ടൈട്രേറ്റിംഗ് വിത്ത് 0.1 മോളർ NaOH ആഫ്റ്റർ 1 hour കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റാസിഡ്സിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ പ്രശ്നം എന്താണ്, മെഗ്നീഷ്യം കണ്ടെയ്നിങ്ങിൻ്റെ പ്രശ്നം എന്താണ്, അലുമിനിയം കണ്ടെയ്നിങ്ങിൻ്റെ പ്രശ്നം എന്താണ്, ലോങ് ടേം യൂസ് ഓഫ് അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓർത്ത് വെച്ച് പോയേക്കാം. അപ്പോൾ ഈ മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിൻ്റെ ഈ ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ വെച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആൻറ്റാസിഡ്സിനാണ് ലാക്സേറ്റീവ് എഫക്റ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഗ്നീഷ്യം അലുമിനിയം ആൻറ്റാസിഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് എന്നും ചോദിക്കാം. കാരണം നമുക്കറിയാം രണ്ടിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് സൈഡ് എഫക്റ്റ് കൂടി നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പിനേഷൻ തെറാപ്പികൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ തെറാപ്പിയിൽ നമ്മൾ വീണ്ടും അതിനെപ്പറ്റി പഠിക്കും. പക്ഷേ ജസ്റ്റ് ഞാനിവിടെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്ത് രീതിക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നൊക്കെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമ്പിനേഷൻ ആൻറ്റാസിഡ് തെറാപ്പീനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആൻറ്റാസിഡിന് ഇപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡ് എഫക്റ്റ് വേറെ ഒരു ആൻറ്റാസിഡിനോടുകൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കുറയുമെങ്കിൽ നമുക്ക് എപ്പോഴും കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ് നല്ലതാണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ ഏജൻറ്റ് യൂസ് ചെയ്തൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതേസമയം കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കണ്ടീഷനുകളിലാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, കോമ്പിനേഷൻ ആൻറ്റാസിഡ് തെറാപ്പി ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ ആൻറ്റാസിഡ് തെറാപ്പിയെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയണം. സോ ഓൾറെഡി നമുക്കറിയാം സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ അത് അബ്സോർബിൾ ആയിട്ടുള്ള ആൻറ്റാസിഡ്സ് ആണ്. സോ അങ്ങനെ ഈസിലി അബ്സോർബ് ചെയ്തിട്ട് ഒരു സിസ്റ്റമിക് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് എന്ന് പറയുക. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ വേഴ്സൺ, അവിടെ സിസ്റ്റമിക് ആൽക്കലോസിസ് ഉണ്ടാവുന്ന കാരണം തന്നെ ദിസ് ക്യാൻ വേഴ്സൺ ദ എഡിമ. നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ അത് വേഴ്സൺ ചെയ്യാൻ, അതേപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെന്ന് വെച്ചാൽ അതൊക്കെ വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് കഴിക്കുകയാണെന്ന് വെച്ചാൽ അത് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ മേത്തുള്ള എഡിമയും അതേപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ കണ്ടീഷനൊക്കെ വേഴ്സൺ ചെയ്തു പോകും. അത് ബിക്കോസ് ദർ വിൽ ബി സോഡിയം അയോൺ ഓവർലോഡ്. ഇപ്പോൾ നമുക്കറിയാം ഒരു എക്സാമ്പിൾ ഓഫ് സിസ്റ്റമിക് ആൻറ്റാസിഡ് പറയുകയാണെന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് പറയാം. സോഡിയം ബൈകാർബണേറ്റ് കഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് എഡിമ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അവർക്ക് ഓൾറെഡി CHF ഉണ്ടെങ്കിൽ അത് വേഴ്സൺ ആവാനും ചാൻസ് ഉണ്ട്.
സോ അത് വേഴ്സൺ ആവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സോഡിയം അയോൺസിൻ്റെ ഓവർലോഡ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ വി വിൽ നോട്ട് ബി ഫ്രീക്വൻറ്റ്ലി യൂസിങ് ദിസ്. സോ അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമിക് ആൻറ്റാസിഡ് ഫ്രീക്വൻറ്റ്ലി യൂസ് ചെയ്യാത്തത്. സോ സിസ്റ്റമിക് ആൻറ്റാസിഡ് ഫ്രീക്വൻറ്റ്ലി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ സോഡിയം അയോൺ ഓവർലോഡ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി എഡിമിയും CHF ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ആൽക്കലോസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം അയോൺ ഓവർലോഡ് കാരണം തന്നെ അവരുടെ ആ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഓൾറെഡി വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും തന്നെ അത്രയൊരു റിസ്ക് എടുത്തിട്ട് സിസ്റ്റമിക് ആൻറ്റാസിഡ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല. ഇനി അതേസമയം നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സ് ആണെന്ന് വെച്ചാൽ ദേ ആർ പൊട്ടൻറ്റ് ആൻഡ് മോർ എഫക്റ്റീവ് വെൻ കമ്പയർ ടു സിസ്റ്റമിക് ആൻറ്റാസിഡ്. സോ സിസ്റ്റമിക് ആൻറ്റാസിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡാണ് കുറച്ചുകൂടി പൊട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളതും. സോ ദേ ആർ ഇൻസോളിബിൾ ബട്ട് പുവർലി അബ്സോർബ് സിസ്റ്റമാറ്റിക്കലി. പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻസ് ഇൻസോളിബിൾ ആണ്. അത് മാത്രമല്ല അത് വളരെ സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ചെയ്യാൻ റേറ്റ് കുറവാണ്. സോ ആക്ച്വലി ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ഐഡിയൽ റിക്വയർമെൻറ്റ് ഓഫ് ആൻറ്റാസിഡ്. ഓക്കെ, അപ്പോൾ പൊട്ടൻറ്റും എഫക്റ്റീവും ആണ്, അതേസമയം തന്നെ അത്ര ഇൻസോളിബിളും ആണ്, അതേസമയം തന്നെ അത്രത്തോളം സിസ്റ്റമാറ്റിക്കലി അബ്സോർബ് ആവുന്ന ആളുമല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുറച്ചും കൂടി കൂടുതൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം അത് അത്ര വലിയ ഇഷ്യൂസ് നമുക്ക് ബോഡിയിൽ ഉണ്ടാക്കില്ല. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓരോ തരം ആൻറ്റാസിഡ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ മെഗ്നീഷ്യം കാർബണേറ്റ് ആണെച്ചാൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. സോ മെഗ്നീഷ്യം കാർബണേറ്റ് ആണെച്ചാൽ ദേ ആർ മോസ്റ്റ് വാട്ടർ സോളിബിൾ ആണ്, അതേസമയം തന്നെ റിയാക്ട് വിത്ത് HCl അറ്റ് എ സ്ലോ റേറ്റ്. ഭയങ്കര വാട്ടർ സോളിബിൾ ആണ് മെഗ്നീഷ്യം കാർബണേറ്റ്, പക്ഷേ HCl ആയിട്ട് റിയാക്ഷൻ വരുമ്പോൾ അത് സ്ലോ റേറ്റിലേ ഉണ്ടാവുള്ളൂ. പിന്നെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെച്ചാൽ ലോ സോളിബിലിറ്റി ആണ്, അതേപോലെ തന്നെ ഇറ്റ് ഹാസ് പവർ ടു അബ്സോർബ് ആൻഡ് ഇനാക്ടിവേറ്റ് പെപ്സിൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ അൾസർ ബേസ്. സോ ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സോളിബിലിറ്റി വളരെ കുറവാണ്. മറിച്ച് മെഗ്നീഷ്യം കാർബണേറ്റ് മോസ്റ്റ് വാട്ടർ സോളിബിളാണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഏറ്റവും ലോ സോളിബിലിറ്റി ഉള്ള ഒരു വേരിയൻറ്റ്. സോ അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ പവർ ടു അബ്സോർബ് ആൻഡ് ഇനാക്ടിവേറ്റ് പെപ്സിനെ അബ്സോർബ് ചെയ്യാനും ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം തന്നെ എന്താണ്, അൾസർ ബേസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ മെഗ്നീഷ്യം നമ്മുടെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കാര്യം, മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് വാട്ടർ സോളിബിൾ ആണ്, അതേസമയം തന്നെ വളരെ സ്ലോലിയാണ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അതേസമയം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണെച്ചാൽ അതിനെന്താ ഉണ്ടാവുന്നത്, അത് ലീസ്റ്റ് വാട്ടർ സോളിബിലിറ്റിയാണ്. അതേസമയം അൾസർ ബേസ് പ്രൊട്ടക്ട് ചെയ്യാനുമായിട്ട് അതിന് പറ്റും. അതേപോലെ അബ്സോർബ് ചെയ്ത് പെപ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വരെ കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അത് മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെയും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം മെഗ്നീഷ്യം തന്നെയാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്തുകൂടെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റേതായ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ കാര്യമാണ്. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ദേ ആർ വീക്ക് ആൻഡ് സ്ലോ റിയാക്ടിംഗ് ആയിട്ടുള്ള ആൻറ്റാസിഡ്സ് ആണ്. അതുമാത്രമല്ല ഇറ്റ് മേ റിലീസ് ദ അലുമിനിയം അയോൺ ദാറ്റ് മേ കോസ് എ റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ആൻഡ് മേ റിസൾട്ട് ഇൻ കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, സോ അതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് വളരെ സ്ലോ ആക്ടിംഗ് ആയിട്ടുള്ള ഒരു ആൻറ്റാസിഡാണ്. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. രണ്ടാമത് അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. നമ്മുടെ സ്മൂത്ത് മസിൽസിനെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അവിടെ ഒരു കോൺസ്റ്റിപ്പേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ അലുമിനിയം ഹൈഡ്രോക്സൈഡിന് പറ്റുന്നുണ്ട്. ഇനി അതേസമയം കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഇത് പറയുന്നത്, അല്ലാണ്ട് ഒന്നിൻ്റെ സൈഡ് എഫക്റ്റ് പറയില്ല ഞാൻ. ഓരോന്നും പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കോമ്പിനേഷൻ എങ്ങനെ കമ്പൈൻ ചെയ്യണം എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെയും പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളും ചെറിയ ചെറിയ ദോഷങ്ങളും മനസ്സിലായി. അതേപോലെ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, രണ്ട് സ്ലോ ആക്ടിംഗ് ആണ്. അപ്പോൾ അത് രണ്ടും മനസ്സിലായി. അപ്പോൾ ഇത് നോക്കിയാൽ മാത്രമേ നമുക്ക് അലുമിനിയത്തിനും മെഗ്നീഷ്യത്തിനും കൂടി കമ്പൈൻ ചെയ്യേണ്ട കാര്യത്തിനെ പറ്റി ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി പറയുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ പൊട്ടൻറ്റ് ആൻറ്റാസിഡ് വിത്ത് റാപ്പിഡ് ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി. കാൽഷ്യം കാർബണേറ്റ് വളരെ നല്ലതാണ്, വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റാസിഡ് ആണ്, വളരെ നല്ലൊരു ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഏജന്റ് ആണെന്ന് അർത്ഥം. പക്ഷേ നമ്മൾ ലോങ് ടേം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവും. കാരണം ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പർ കാൽസിയൂറിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്. അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ പൊട്ടൻറ്റും നല്ല ആസിഡ് ന്യൂട്രലൈസിങ് കപ്പാസിറ്റി ഉള്ള വളരെ നല്ലൊരു ഏജന്റാണ് കാൽഷ്യം കാർബണേറ്റ്. പക്ഷേ ലോങ് ടേം റണ്ണിൽ അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നമ്മളിത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവും ഡ്യൂ ടു ഹൈപ്പർ കാൽസീമിയ ആൻഡ് ഹൈപ്പർ കാൽസിയൂറിയ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടിയും കിട്ടി. ഇപ്പോൾ മെഗ്നീഷ്യം കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടിയും കിട്ടി, അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രോപ്പർട്ടി കിട്ടി, കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രോപ്പർട്ടിയും കിട്ടി. സോ നമുക്കറിയാം ഇവിടെ ഓരോ സിംഗിൾ ഏജൻസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സോ അങ്ങനെ ഉണ്ടാവുന്ന ആ സൈഡ് എഫക്റ്റിനെ, ഓരോ സിംഗിൾ ഏജൻസും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൈഡ് എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ കോമ്പിനേഷൻ തെറാപ്പീസ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി 2 ഏജൻറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നിൻ്റെ കുറവിനെ പരിഹരിക്കുന്ന മറ്റൊന്നിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. ഒരു പർട്ടിക്കുലർ ഏജൻറ്റിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി അതിനെ വേറൊരു ഏജൻറ്റിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോമ്പിനേഷൻ തെറാപ്പീസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് കോമ്പിനേഷൻ തെറാപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒന്നിൻ്റെ സൈഡ് എഫക്റ്റ്, ഒരു സിംഗിൾ കോമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പിനേഷൻ തെറാപ്പീസ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് മെഗ്നീഷ്യം ആൻഡ് അലുമിനിയം കോമ്പൗണ്ട്സ് പറയാം. നമുക്കറിയാം മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ആക്ടിങ് ആണ്, അതേസമയം തന്നെ അലുമിനിയം എന്തായിരുന്നു, സ്ലോവർ ആക്ടിങ് ആയിരുന്നു. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് കിട്ടി. പിന്നെ മെഗ്നീഷ്യത്തിന് ലാക്സേറ്റീവ് എഫക്റ്റ് ആണ്, അതേസമയം അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആകുമ്പോൾ അതിന് കോൺസ്റ്റിപ്പേറ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം ഓഫ് കോമ്പിനേഷൻ. സോ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മെഗ്നീഷ്യം അലുമിനിയം കോമ്പിനേഷൻസിലുള്ള ആൻറ്റാസിഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടി ചേർത്തിട്ടുള്ള മഗാൾഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, നമുക്കറിയാം മെഗ്നീഷ്യം ഫാസ്റ്റ് ആക്ടിങ്ങും അലുമിനിയം സ്ലോ ആക്ടിങ്ങും. മെഗ്നീഷ്യത്തിന് ലാക്സേറ്റീവ് എഫക്റ്റ്, അലുമിനിയത്തിന് കോൺസ്റ്റിപ്പേറ്റീവ് എഫക്റ്റ്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു നോർമൽ രീതിക്കുള്ള മോഷനും കിട്ടും, നമുക്ക് വേണ്ട രീതിക്കുള്ള ആക്ഷൻ ഓഫ് ആൻറ്റാസിഡും കിട്ടും. ടു ഫാസ്റ്റും അല്ല, ടു സ്ലോ ആക്ഷനും അല്ല, ഒരു മോഡറേറ്റ് ആക്ഷൻ ഓഫ് ആൻറ്റാസിഡും നമുക്ക് ഒരു നീഡഡ് ആക്ഷൻ ഓഫ് ആൻറ്റാസിഡും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും മെഗ്നീഷ്യവും അലുമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സിനെ നമ്മൾ ഒരുമിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒഫീഷ്യൽ ഫോമുലേഷൻസിനെ പറ്റി നമുക്ക് പറയാം. ഇനി ഒഫീഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ തെറാപ്പി ഫോമുലേഷൻ, കോമ്പിനേഷൻ ആൻറ്റാസിഡ് തെറാപ്പി ഫോമുലേഷനെ പറ്റി പറയാം. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഒന്ന് മെഗ്നീഷ്യം ആൻഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അടങ്ങുന്ന മെഗാൾഡ്രേറ്റ്. സോ മെഗാൾഡ്രേറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ മെഗാൾഡ്രേറ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുന്ന ഒരു ഏജന്റാണ് മഗാൾഡ്രേറ്റ്. സോ മഗാൾഡ്രേറ്റ് ഈസ് എ കോമ്പിനേഷൻ പ്രിപ്പറേഷൻ. ഇനി ഡൈഓവൽ ഫോർട്ട് ടാബിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഡൈമെത്തിക്കോൺ, ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു കോമ്പിനേഷൻ പ്രിപ്പറേഷനാണ് ഡൈഓവൽ ഫോർട്ട് ടാബ്സ്. ഇനി ജലൂസിൽ MPSൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ആൻഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മീത്തൈൽ പോളിസിലോക്സൈൻ, അതാണ് MPS, മീത്തൈൽ പോളിസിലോക്സൈൻ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മീത്തൈൽ പോളിസിലേസിനും കൂടി ചേരുന്ന സാധനമാണ് ജലൂസിൽ MPS. ഇനി ജലൂസിൽ അപ്പോൾ എന്താ ഉണ്ടാവുക, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റും. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റുമാണ് എന്തിലുള്ളത്, ജലൂസിലുള്ളത്. തെറ്റിക്കരുത്. ജലൂസിൽ MPSലാണെങ്കിൽ അലുമിനിയം ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അലോങ് വിത്ത് മീഥൈൽ പോളിസിലോക്സൈഡ് ആണ്. അതേസമയം വെറും ജലൂസിലാണ് എന്താ ഉണ്ടാവുക, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റുമാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി ജലൂസിൽ എമ്മിൽ എന്താ ഉണ്ടാവുക, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്. സോ 2 മെഗ്നീഷ്യം ഒരു അലുമിനിയം, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതാണ് ജലൂസിൽ M. ജലൂസിൽ M എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ കണ്ടന്റാണ് കൂടുതലെന്ന് ഓർക്കുക, അതായത് മെഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റാണ് കൂടുതലുള്ളത്. ഓക്കെ. ഇനി മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഡ്രൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, MPS, ദാറ്റ് ഈസ് മീഥൈൽ പോളിസിലോക്സൈഡ്, സോഡിയം CMC, ദാറ്റ് ഈസ് സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഏജന്റാണ് ഡൈജീൻ ജെൽ. അപ്പോൾ ഡൈജീൻ ജെല്ലിൽ എന്തൊക്കെയാണ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കോമ്പോസിഷനിൽ വരുന്ന കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പറയുക, ഡ്രൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, മീഥൈൽ പോളിസിലോക്സൈഡ്, സോഡിയം CMC. സോ ഇത്രയും അടങ്ങുന്നതാണ് എന്ത്, നമ്മുടെ ഡൈജീൻ ജെല്ല്. സോ ഇത്രയും കോമ്പിനേഷൻസ് ഒഫീഷ്യലി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഓഫ് ആൻറ്റാസിഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇതിലത്തെ ജലൂസിൽ MPSൽ എന്താണെന്നാവും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടില്ല അല്ലേ. ബാക്കി ആൻറ്റാസിഡിനെ പറ്റി ലോകത്തില്ലാത്ത എല്ലാ കാര്യം അറിഞ്ഞിട്ട് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ഏത് എക്സാം ആണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോവുക. ഇത് നമ്മുടെ വീടിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഇതൊന്ന് ചോദിക്കാം, കാരണം അവർ എടുത്ത വഴിക്ക് കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ നന്നായിട്ട് വായിച്ച് വെച്ചിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൻ്റെയും നോൺ സിസ്റ്റമിക് ആൻറ്റാസിഡ്സിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു. ഓരോ ബ്രാൻഡ് ഓഫ് ആൻറ്റാസിഡ്സിൻ്റെയും അതിൽ ഓരോരോ ഏജൻസിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് കമ്പൈൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ കോമ്പിനേഷൻ തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിംഗിൾ കോമ്പൗണ്ട്സിൻ്റെയും സൈഡ് എഫക്റ്റുകൾ ഓവർകം ചെയ്യാൻ വേണ്ടി കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്താൽ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മളെപ്പോഴും കോമ്പിനേഷൻ തെറാപ്പി എടുക്കുന്നത്. അതിൽ ഈ
പല പല കോമ്പിനേഷൻ തെറാപ്പികൾ ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മെഗ്നീഷ്യം ആൻഡ് അലുമിനിയം കമ്പൈൻ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആൻറ്റാസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ റീസൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അലുമിനിയം സ്ലോ ആക്ടിംഗ് ആണ്, മെഗ്നീഷ്യം ഫാസ്റ്റ് ആക്ടിംഗ് ആണ്. അലുമിനിയത്തിന് കോൺസ്റ്റിപ്പേറ്റീവ് എഫക്റ്റ്, മെഗ്നീഷ്യത്തിന് ലാക്സേറ്റീവ് എഫക്റ്റ്. സോ അതുകൊണ്ടൊക്കെയാണ് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് വരുന്ന ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ആൻറ്റാസിഡുകൾ, അതായത് കോമ്പിനേഷൻ ആൻറ്റാസിഡുകളുടെ ഒരു ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ അതിൽ ഓരോ കോമ്പിനേഷനുകളിലും എന്തൊക്കെയാണ് കോമ്പോസിഷൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. ഓക്കെ, അപ്പോൾ അത്രയും കഴിയുമ്പോൾ നമ്മുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് ഓഫ് ആൻറ്റാസിഡ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരോ മെഡിസിനൽ കോമ്പൗണ്ട്സ് ആയിട്ട് നോക്കാൻ പോവാണ്.